കാനറ ബാങ്കിൻ്റെ ATMൽ കാനറ ബാങ്കിൻ്റെ തന്നെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ATM കാർഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം, ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാനറ ബാങ്കിൻ്റെ ATMൽ ക്യാഷ് വിഡ്രോവലിൻ്റെ സ്ക്രീൻ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ പുതിയ അപ്ഡേഷനിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളിലൂടെ, അതായത് കാനറ ബാങ്കിൻ്റെ ATMൻ്റെ പുതിയ അപ്ഡേഷനിലൂടെ എങ്ങനെ ക്യാഷ് എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ചെറിയ സംഖ്യകൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാമെങ്കിലും വലിയ സംഖ്യകൾ എടുക്കുന്ന സമയത്ത് ഓപ്ഷനുകളിൽ ചില മാറ്റങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലല്ലാതെ കാനറ ബാങ്കിൻ്റെ ATMൽ നിന്ന് മറ്റൊരു രീതിയിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതേപോലെ കാനറ ബാങ്കിൻ്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടാനായി ഇവിടെ കാണുന്ന പോലത്തെ ഒരു ഷെയർ ബട്ടൺ വീഡിയോയ്ക്ക് താഴെയുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലും ഓക്കെ, ക്യാഷ് വിഡ്രോ ചെയ്യാനായി നമുക്ക് നേരെ കാനറ ബാങ്കിൻ്റെ ATMലേക്ക് പോകാം. ഇത് കാനറ ബാങ്കിൻ്റെ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM ആണ്. ATMൻ്റെ ഫുൾ ഫോം ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുകൂടാതെ കാനറ ബാങ്കിന് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അഥവാ CDM ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാനറ ബാങ്കിൻ്റെ ATMലും അതേപോലെ കാനറ ബാങ്കിൻ്റെ CDMലും എങ്ങനെ ഈ രീതിയിൽ ക്യാഷ് എടുക്കാമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാനറ ബാങ്കിൻ്റെ ATM ടച്ച് സ്ക്രീൻ അല്ല. ഇതിൻ്റെ രണ്ട് വശങ്ങളിലും 4 ബട്ടണുകൾ വീതമുണ്ട്. അപ്പോൾ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകൾക്ക് നേരെ സൈഡിലായി വരുന്ന ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ കാനറ ബാങ്കിന്റെ CDM ടച്ച് സ്ക്രീൻ ആണ്. അതേപോലെ അതിന്റെ വശങ്ങളിൽ ഇതേപോലെ ബട്ടണുകളും ഉണ്ട്. അത് ഞാൻ അടുത്തതായിട്ട് കാണിക്കാം. ആദ്യം നമുക്ക് ATMൽ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ATMനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായിട്ട് ഇതിന്റെ ഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ ഞാൻ ഈ ബട്ടണുകളെ കുറിച്ച് പറഞ്ഞു. അടുത്തതായിട്ട് ഈ സ്ക്രീനിന്റെ നേരെ താഴെയായിട്ട് വരുന്ന ഈ ഭാഗമാണ് മെഷീനിന്റെ കീപാഡ്. ഇതിൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളുണ്ട്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് ATM പിന്ന്, ക്യാഷ് പോലുള്ളവയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന്റെ സൈഡിലായിട്ട് ക്ലിയർ, ക്യാൻസൽ തുടങ്ങിയ 2 ബട്ടണുകളുണ്ട്. നമ്മൾ ATM പിന്ന്, ക്യാഷ് പോലുള്ളവയൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തെറ്റിച്ച് ടൈപ്പ് ചെയ്തു പോയാൽ ആ ക്ലിയർ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ സ്ക്രീനിൽ നിന്ന് തെറ്റിച്ച് ടൈപ്പ് ചെയ്തവ മാഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് ശരിയായത് വീണ്ടും കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മെഷീനിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് വെച്ച് നമുക്ക് ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ക്യാൻസൽ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആകും. അതിനുശേഷം നമ്മുടെ ATM കാർഡ് പുറത്തേക്ക് എടുക്കാം. കീപാഡിന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ആ പച്ച ഭാഗമാണ് കാർഡ് റീഡർ. അതിലൂടെയാണ് നമ്മൾ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. ഇനി കീപാഡിന്റെ നേരെ താഴെയായി കാണുന്ന ഈ ഭാഗമാണ് ക്യാഷ് മൗത്ത് അഥവാ ക്യാഷ് സ്ലോട്ട്. ഇതിലൂടെയാണ് ATMൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് വരിക. ഇനി കീപാഡിന്റെ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ഈ കുഴി പോലുള്ള ഭാഗത്തിലാണ് ട്രാൻസാക്ഷന്റെ റെസിപ്റ്റുകൾ പുറത്തേക്ക് വരിക. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ATMനുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മുടെ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട്, അതായത് ആ ചിപ്പ് ഭാഗം ഫ്രണ്ട് ഭാഗത്ത് വരത്തക്ക വിധം ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻസർട്ട് ചെയ്ത ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ പൂർത്തിയാകുമ്പോൾ സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ ATM കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. അങ്ങനെ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ആദ്യം ഇതുപോലെ വരിക. അപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഓപ്ഷനുകൾ ഇതുപോലെ കാണാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായി ആ ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ 3ാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ ആ പിൻ നമ്പർ എന്ന് പറയുന്ന ആ 4 അക്ക പിൻ അഥവാ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ATM കാർഡിൻ്റെ ആ 4 അക്ക പിന്ന് ക്രമം തെറ്റാതെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് കഴിഞ്ഞതും തന്നെ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീന് വരുന്നതാണ്. ഇതിലാകെ 6 ഓപ്ഷനുകളാണുള്ളത്. അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന 2 ഓപ്ഷനുകളിൽ മുകളിലത്തെ ഓപ്ഷൻ ക്യാഷ് വിഡ്രോവലാണ്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്യാഷ് വിഡ്രോവൽ എന്നതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ആദ്യത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു.
അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് സ്ക്രീനിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ സേവിങ്സ്, കറണ്ട് തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. അപ്പം നമ്മുടെ അക്കൗണ്ടൊക്കെ സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് സേവിങ്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കറണ്ട് അക്കൗണ്ട് തുടങ്ങാറുണ്ട്. അവർ കറണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലാത്തവരൊക്കെ സേവിങ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സേവിങ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ആ 1ാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് എനിക്ക് എത്ര രൂപയാണോ വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കാനറ ബാങ്കിന്റെ ATMൽ 100 രൂപ മുതൽ 20,000 രൂപ വരെ ഒരു തവണ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ 100ന്റെയും 200ന്റെയും ഒക്കെ കറൻസികൾ കാനറ ബാങ്ക് നിങ്ങൾ ക്യാഷ് എടുക്കുന്ന ATMൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിൽ കറൻസികൾ വരുന്ന ക്യാഷുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 500ന്റെ കറൻസി മാത്രമേ മെഷീനിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് 500 മുതൽ അതിന്റെ ഇരട്ടികളാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം ചെറിയ സംഖ്യയാണ് എടുത്തു കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം വലിയ സംഖ്യ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് CDMൽ എടുത്തു കാണിക്കാം. വലിയ സംഖ്യ എടുക്കുമ്പോൾ ഓപ്ഷനുകളിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് അപ്പം നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു 2000 രൂപയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം മെഷീനിൻ്റെ കീപാഡിൽ ഞാൻ 2000 ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ഞാൻ 2000 എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം 2006 എന്ന് തെറ്റിച്ച് ടൈപ്പ് ചെയ്തു പോയി. ഇനി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കറക്റ്റ്, ഇൻകറക്റ്റ് തുടങ്ങിയ 2 ബട്ടണുകൾ കാണുന്നുണ്ടല്ലോ. അതിൽ കറക്റ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ക്യാഷ് ലഭിക്കുക. പക്ഷേ ഞാനിവിടെ കറക്റ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാഷ് ലഭിക്കുമോ? ഒരിക്കലും ലഭിക്കില്ല. കാരണം എന്താണ്? ഞാൻ 2006 എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 രൂപയ്ക്കുള്ള കറൻസികൾ മെഷീനിൽ ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആ ക്യാഷ് ലഭിക്കില്ല. മാത്രവുമല്ല ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസലായി നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കേണ്ടി വരും. വീണ്ടും കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തിട്ട് ആദ്യം മുതൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിങ്ങനെ ക്യാഷ് തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കറക്റ്റ്, ഇൻകറക്റ്റ് തുടങ്ങിയ ഓപ്ഷനുകളിൽ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്യാനായിട്ട് ഇൻകറക്റ്റ് എന്നതിന്റെ നേരെ സൈഡിലായി കാണുന്ന ഏറ്റവും താഴത്തെ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആ തെറ്റായി വന്ന സംഖ്യ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. വീണ്ടും ഞാൻ ആ തെറ്റായ സംഖ്യ തന്നെ കീപാഡിൽ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിക്കാം. അപ്പൊ ഇങ്ങനെ തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലെ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതിന് പകരം ഇവിടെ കീപാഡിൽ തന്നെ ഈ കാണുന്ന ക്ലിയർ എന്ന ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ കണ്ടില്ലേ, അതിൽ പ്രസ് ചെയ്തപ്പോൾ ആ തെറ്റിച്ച സംഖ്യ സ്ക്രീനിൽ നിന്ന് മാഞ്ഞുപോയി. അപ്പൊ ആ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ആ തെറ്റായ സംഖ്യയെ നമുക്ക് സ്ക്രീനിൽ നിന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ കറക്റ്റായ സംഖ്യ ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ 2000 എന്ന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ കറക്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ്. അതിനായിട്ട് ആ കറക്റ്റ് എന്നതിന്റെ നേരെ സൈഡിലായി കാണുന്ന മുകളിൽ നിന്ന് താഴേക്കുള്ള 3ാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത 2000 രൂപയെ മെഷീൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതേപോലെ പ്ലീസ് റിമൂവ് യുവർ കാർഡ് ആൻഡ് വെയിറ്റ് ഫോർ ക്യാഷ് എന്ന് കാണിക്കും. അപ്പൊ നമ്മുടെ ATM കാർഡ് ഇതുപോലെ മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞതും തന്നെ ഇവിടെ മെഷീനിന്റെ ക്യാഷ് മൗത്തിൽ ആ ക്യാഷ് ഇതേപോലെ പുറത്തേക്ക് വരുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ സ്വീകരിക്കാം. അപ്പൊ ഈ രീതിയിലാണ് കാനറ ബാങ്കിന്റെ ATMൽ നമ്മൾ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത്. ഇനി കാനറ ബാങ്കിന്റെ CDMൽ ഇതേപോലെ നമുക്ക് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. ഇത് കാനറ ബാങ്കിന്റെ CDM. ഈ സ്ക്രീനിന്റെ സൈഡിലും ബട്ടണുകളുണ്ട്. അതേപോലെ ഇത് ടച്ച് സ്ക്രീനുമാണ്. സ്ക്രീനിന്റെ നേരെ താഴെയായി കാണുന്ന ഈ ഭാഗമാണ് ക്യാഷ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇതിന്റെ ക്യാഷ് മൗത്ത്. ക്യാഷ് മൗത്തിന്റെ നേരെ താഴെയായിട്ടാണ് ഇതിന്റെ കീപാഡ്. ATMന്റെ കീപാഡ് പോലെ തന്നെയാണ് ഇതും, മാറ്റമൊന്നുമില്ല. ഇതിലും കീപാഡിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഭാഗത്തിലൂടെയാണ് കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. അതിന്റെ മുകളിലായിട്ട് റെസിപ്റ്റ് എന്ന് എഴുതി കാണുന്നുണ്ടല്ലോ, അതിലൂടെയാണ് ട്രാൻസാക്ഷന്റെ റെസിപ്റ്റുകൾ പുറത്തേക്ക് വരിക. നേരത്തെ ഞാൻ ക്യാഷ് എടുത്ത് കാണിച്ച കാനറ ബാങ്കിന്റെ ATMൽ ചെറിയ സംഖ്യ എടുക്കുമ്പോഴും വലിയ സംഖ്യ എടുക്കുമ്പോഴും എന്തൊക്കെ ഓപ്ഷനുകളാണോ സ്ക്രീനിൽ വരിക, ആ ഓപ്ഷനുകൾ തന്നെയാണ് ഈ CDMലും വരിക. രണ്ടിലും ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഇനി ഇതിൽ വലിയ സംഖ്യ വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാൻ എന്റെ ATM കാർഡ് മെഷീനിന്റെ ഈ ഭാഗത്ത് ഇൻസർട്ട് ചെയ്യുന്നു. എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ കാർഡ് ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെയും ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇംഗ്ലീഷ് എന്ന ഓപ്ഷന്റെ മുകളിൽ ഞാൻ ടച്ച് ചെയ്യുകയാണ്. അപ്പൊ അത് സെലക്ട് ചെയ്തത് തന്നെ ഇവിടെ സ്ക്രീനിൽ എൻ്റെ ATM കാർഡിന്റെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ മെഷീനിന്റെ കീപാഡിൽ എൻ്റെ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ ഇവിടെ ആകെ 7 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ ATMൽ ഇത് ചെയ്യുമ്പോൾ 6 ഓപ്ഷനുകളെ വന്നുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് CDM ആണ്. അപ്പൊ ഇതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ കാനറ ബാങ്കിൻ്റെ CDMൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കാണ് ഇപ്പോൾ മുകളിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ക്യാഷ് വിഡ്രോവൽ എന്ന ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ആ 3 ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആ ക്യാഷ് വിഡ്രോവൽ എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് അക്കൗണ്ട് ടൈപ്പ് ചോദിക്കുന്നു. അപ്പോൾ സേവിങ്സ് എന്ന ഓപ്ഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ ATMൽ ചെയ്ത പോലെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ സേവിങ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10,500 രൂപയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ 10,000 രൂപ മുതൽ 20,000 രൂപ വരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കാനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പറാണ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ആ നമ്പറിലേക്ക് ഒരു SMS വരുന്നതാണ്. അതിലൊരു OTP അഥവാ വൺ ടൈം പാസ്വേഡും ഉണ്ടായിരിക്കും. അപ്പോൾ ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് 10,000 രൂപയ്ക്ക് മുകളിലുള്ള സംഖ്യയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10,500 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയും ക്യാഷ് തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തിരുത്താവുന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ കറക്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ പ്ലീസ് എൻ്റർ ദ OTP റിസീവ്ഡ് ഓൺ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ആ OTP വന്നിട്ടുണ്ട്. ആ SMS ഇതുപോലെയാണ് വരിക. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഈ കാണുന്ന നമ്പറാണ് OTP. അപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന OTPയെ ഞാൻ മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ആ OTP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ അവസാനത്തെ നമ്പർ 2 വരേണ്ടത്. ഞാൻ 3 ടൈപ്പ് ചെയ്തിരിക്കുന്നത്. തെറ്റിച്ച് ടൈപ്പ് ചെയ്തു പോയി. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ തെറ്റിച്ച OTP സ്ക്രീനിൽ നിന്ന് പോയി. അപ്പോൾ കറക്റ്റായ നമ്പറുകൾ ഞാൻ വീണ്ടും കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ കറക്റ്റായി ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ആ കറക്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇതുപോലെ OTP തെറ്റിച്ചാലും ആ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ആ ടൈപ്പ് ചെയ്ത് കൊടുത്ത 10,500 രൂപയെ മെഷീൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മെഷീനിൻ്റെ ക്യാഷ് മൗത്ത് ഇതേപോലെ ഓപ്പൺ ആകും. അപ്പോൾ അവിടെ നമ്മുടെ ക്യാഷ് ഇതുപോലെ കാണാവുന്നതാണ്. അത് നമ്മൾ അകത്തേക്ക് കൈയിട്ടിട്ട് ഇതേപോലെ പുറത്തേക്ക് എടുക്കേണ്ടതാണ്. നമ്മൾ ATMൽ ക്യാഷ് എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ATM കാർഡാണല്ലോ എടുത്തത്. പക്ഷേ ഇവിടെ ക്യാഷ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ക്രീനിൽ ഇതുപോലെ പ്ലീസ് കളക്ട് യുവർ കാർഡ് എന്ന് കാണിക്കുകയുള്ളൂ. അപ്പോഴേ നമ്മൾ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവൂ. അപ്പോൾ ഈ രീതികളിലാണ് കാനറ ബാങ്കിൻ്റെ ATMലും CDMലും ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.